ഫാത്തിമ തഹ്ലിയ പറഞ്ഞ സംഘാവ് എന്ന പ്രയോഗം അത് ടോസ് ചെയ്തത് എവിടെ നിന്നാണ്? ഏത് വിഭാഗത്തിൽ നിന്നാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഗ്രൂപ്പുകളിൽ നിന്ന് മുമ്പ് വന്നതാണത്. അതുപോലെ മാപ്ലാവ് എന്നുള്ള പ്രയോഗം, സംഘാവ് എന്നുള്ള പ്രയോഗം, ഇതൊക്കെ അവിടെ നിന്നാണ് നമ്മൾ വരുന്നത്. മനസ്സിലാകാത്ത വിധം അവരിലേക്ക് കടന്നു കയറി കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം തന്നെ. അതെ അതെ അതെ, അതാണ് കടന്നു കയറി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആശയ പ്രചാരണ രീതി ഇവരെ സ്വാധീനിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർ താർക്കികന്മാരാണല്ലോ, അതുകൊണ്ട് തന്നെ അവർ ഇതിനെയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനൊക്കെ അവർക്ക് ഇതുപോലെയുള്ള വാക്കുകൾ ടോസ് ചെയ്യാൻ അവർ ഭയങ്കര മിടുക്കന്മാരാണ്. ഇപ്പൊ അൻവർ നമ്മൾ പിണറായിസമെന്നും മനുബോനിസമെന്നും ഒക്കെ ഇറക്കി വിട്ടതുപോലെ അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. പക്ഷെ അതിനേക്കാൾ അപകടകരമായ ഒരു സാധനം കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമി ഇറക്കിയിട്ടുണ്ട്. അത് ഹിന്ദുത്വ ഇടതുപക്ഷം എന്ന പ്രയോഗമാണ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അവരിങ്ങനെ പറയുന്നതാണ്. പക്ഷേ അത് പ്രധാനപ്പെട്ട, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആകത്തുകയായി കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം അവതരിപ്പിക്കുന്നത് ഹിന്ദുത്വ ഇടതുപക്ഷം എന്ന ആ പ്രയോഗം തന്നെയാണ്. ആ പ്രയോഗത്തെ മുൻനിർത്തി അവർ ആ ചർച്ചയെ സംഘടിപ്പിക്കുക. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ സെക്യുലർ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കേണ്ടത് കാലത്തിന്റെ ആവശ്യകതയാണെന്നും ദേശീയ തലത്തിൽ ഉള്ള രാഷ്ട്രീയം ഇന്നതാണ് എന്നുമൊക്കെ ആവർത്തിച്ച് പറയുന്നത് ആരാണ്? യു പി എ ആ നിലയ്ക്ക് കാര്യങ്ങൾ സെക്യുലർ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞിട്ടാണ് ഇവിടെ എല്ലായിടത്തും ഈ ലെഫ്റ്റ് പാർട്ടികളും ഇടതുപക്ഷവും ഈ UPIയും സഹകരിക്കുന്നത്. അവിടേക്കാണ് ഹിന്ദുത്വ ഇടതുപക്ഷമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി കടന്നു കയറാൻ ശ്രമിക്കുന്നത്. ഇതിലൂടെ അവർ വിളിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് ഉത്തരവാദിത്തമില്ല. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് എളുപ്പമല്ല ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം. ഇത് മാത്രമല്ല, ഇതിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് വരുമ്പോൾ അത് ഇത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇതിപ്പോ ആരെങ്കിലും ആണോ പറയുന്നത്? ആരെങ്കിലും അല്ല പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ കൗൺസിൽ അംഗമൊക്കെ ഇരുന്നിട്ട് ഹിന്ദുത്വ ഇടതുപക്ഷമാണ് ഇവിടെയുള്ളത്, അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നിങ്ങനെ പൊതുജനത്തോട് വിളിച്ചു പറയുകയാണ്. അവരുടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ അത് ഗുരുതരമായ കുഴപ്പമുണ്ടാക്കും. അതായത് ഇവർക്ക് ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വന്നപ്പോൾ പോലും ഇത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള ചോദ്യത്തിന് വഴുതുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. അത് ഇനി തുടരും അങ്ങോട്ട്. അതുകൊണ്ട് അവർക്ക് എളുപ്പമല്ല ഈ UDFിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയെ അടുപ്പിക്കുക എന്നത്. ഇതിൽ ഏറ്റവും തമാശയുള്ള കാര്യം, ഈ മതരാഷ്ട്രവാദമൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചു, ഇവരുപേക്ഷിച്ചു എന്ന് VD സതീശൻ അടക്കം പറയുന്നുണ്ട്. അത് ഈ RSS പറയുമല്ലോ, ഞങ്ങൾക്ക് ജാതി ഇല്ലാത്ത ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ RSS ആണെന്ന് തോന്നും. പക്ഷേ അടിസ്ഥാന പ്രമാണം മനുസ്മൃതിയാണ്. ആ പറയുന്നത് പോലെയാണ് ഞങ്ങൾ മതരാഷ്ട്രവാദം എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയും, പക്ഷേ മൗദൂദിയാണ് അടിസ്ഥാന പ്രമാണം എല്ലാം കെട്ടി അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള സാഹചര്യം ഇപ്പോഴും ഉണ്ട്.